ഏറ്റവും മാന്യമായി തന്നെ ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞ സുരേഷ് ബാബു. താങ്കൾ പറഞ്ഞതുപോലെ അദ്ദേഹം കാലാകാലങ്ങളായി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം, അത് കോൺഗ്രസിലായിരുന്നപ്പോഴും ഇപ്പോൾ ഇടതുപക്ഷത്തിലായിരുന്നപ്പോഴും അദ്ദേഹത്തിന്റെ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തിന് കുറെ കൂടി വ്യക്തതയും കാര്യമായ മാന്യതയുടെ എല്ലാ വശങ്ങളും കീപ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറയാറുള്ളത്. അദ്ദേഹം ഇപ്പോൾ അവസാനം പറഞ്ഞ രാഷ്ട്രപതിയുടെ വിഷയത്തിൽ ഏറ്റവും മാന്യമാണ്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ മറ്റു പല കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞ അഭിപ്രായത്തോട് ഞാൻ വിയോജിപ്പുണ്ടെങ്കിൽ പോലും ഞാൻ അതിനെ ശക്തമായി എതിർക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞ പക്ഷെ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെക്കുറിച്ച് ഇത്രയേറെ മതിപ്പുള്ള അഭിപ്രായമുള്ള ആളുകൾ ഇപ്പോൾ ജനം ടി വി കാണുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് എനിക്ക് അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ ശക്തമായി എതിർക്കാതിരിക്കാനും വയ്യ, അതിനെ തെറ്റ് തിരുത്താതിരിക്കാനും വയ്യ. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് GST കോമ്പൻസേഷന്റെ കാര്യത്തിലാണ് അദ്ദേഹം പ്രധാനമായി തെറ്റ് എന്ന് പറയുന്ന രീതിയിൽ സൂചിപ്പിച്ചത്. 57,000 കോടി രൂപ ാണ് കഴിഞ്ഞ 5 വർഷമായി കിട്ടേണ്ടത്. പ്രധാനമായിട്ടുള്ള ചോദ്യം, GST കോമ്പൻസേഷൻ 5 വർഷത്തേക്കാണെന്ന് അറിയാത്തവരായിരുന്നു കേരളം ഭരിച്ചിരുന്നത്. GST വന്നപ്പോൾ തന്നെ 5 വർഷത്തേക്ക് GST വരുമാനം വർദ്ധിച്ചില്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന നഷ്ടം നികത്തുവാൻ സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന തുകയായിരുന്നു ഈ GST കോമ്പൻസേഷൻ. അത് 5 വർഷം കൊണ്ട് അവസാനിക്കുമെന്ന് അറിയാമായിരുന്നിട്ടും ഓരോ വർഷവും 10,000-12,000 കോടി രൂപയാണ് കൃത്യമായി കിട്ടുന്നത് എന്ന് മനസ്സിലാക്കി കോവിഡ് കാലഘട്ടത്തിലും അതിനുശേഷം പ്രളയം വന്നപ്പോഴും ആ കാലഘട്ടത്തിൽ അടുത്ത 4-5 വർഷങ്ങളിൽ നൽകേണ്ട തുകയേക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് ഇപ്പോൾ തരണം, കാരണം അടുത്ത വർഷം ഞങ്ങൾ കൂട്ടിക്കോളാം എന്ന് പറയുന്ന ഒരു ധനകാര്യ മന്ത്രിയും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് കൂടുതൽ ഈ പറയുന്ന കോമ്പൻസേഷൻ ആ കാലഘട്ടത്തിൽ കൊടുത്തത് എന്ന് അറിയാത്തതുകൊണ്ടല്ല ശ്രീ സുരേഷ് ബാബു ഈ കണക്കുകൾ പറയുന്നത്. അപ്പൊ ഈ അതുകൂടാണ്ട് 1,80,000 കോടി രൂപ മാറ്റിവെച്ചതിൽ നിന്ന് ഏതാണ്ട് 30% തുകയാണ് കേരളത്തിന് കിട്ടിയത്. മറ്റ് 16 സംസ്ഥാനങ്ങൾക്ക് വെറും 5%-ഉം 3%-ഉം ഒക്കെ കിട്ടിയ കാലഘട്ടത്തിൽ BJP ഭരിക്കുന്ന പല സംസ്ഥാനങ്ങൾക്കും വന്ന് മധ്യപ്രദേശ് ആയാലും മഹാരാഷ്ട്രയ്ക്ക് പോലും 3%-ത്തിൽ താഴെ കിട്ടിയപ്പോഴാണ് 30%-ഒക്കെ കേരള സംസ്ഥാനത്തിന് കിട്ടിയത് കൂടി കണക്കാക്കണം. അപ്പൊ ഇതായിരുന്നു GST കോമ്പൻസേഷൻ കാര്യം, നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്. അപ്പൊ അത് നിർത്തിയത് എന്താണ് ഒരു പ്രശ്നമായിരുന്നു. പിന്നെ ഫിനാൻസ് കമ്മീഷൻ 1.925 ആക്കിയതിനെ കുറിച്ചിട്ടായിരുന്നു പ്രശ്നം. ഇതൊന്നും പക്ഷെ കോടതിയിൽ ഇവർ ചർച്ച ചെയ്തില്ല. കോടതിയിൽ ചർച്ച ചെയ്തത് മറ്റു പല കാര്യങ്ങളാണ്. ഞാൻ ഒരൊറ്റ ആഗ്രഹം മാത്രം പറയാം. നിരന്തരമായിട്ട് കോടതിയിൽ ആദ്യം തന്നെ ഇവർ പറഞ്ഞത് ദ പബ്ലിക് ഡെപ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ് വാസ് എൻ ഐറ്റം നമ്പർ 43 included in the list of 2 in the 7th schedule, and the public debt of the union government is item number 35 included in the list of 7th schedule. Therefore, the Kerala continued to be the both state and union completely autonomy to independently run the credit issue. ഈ കടം മേടിക്കുവാനായിട്ടുള്ള പബ്ലിക് ഡെപ്റ്റ് മേടിക്കുവാനുള്ള സമ്പൂർണ്ണ അവകാശം, പൂർണ്ണമായ സ്വാതന്ത്ര്യം ഞങ്ങൾക്കുണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതൊന്നും കോടതി അംഗീകരിച്ചില്ല. കടം വാങ്ങിക്കുമ്പോൾ സംസ്ഥാനത്തിന്റെ കടബാധ്യത കൂടി സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലാണ്. അതാണ് ഫെഡറലിസം. അത് ഇവർ പറയുകയില്ല. അപ്പൊ സംസ്ഥാനത്തിന്റെ കടബാധ്യത കൂടുമ്പോൾ കേന്ദ്രത്തിന്റെയും കടബാധ്യത കൂടുന്നു എന്നുള്ള കണക്ക് കൂടി വരുന്നു. ഇത് സൂചിപ്പിക്കുന്നത് സംസ്ഥാനം ഫെഡറലിസത്തിന്റെ കീഴിൽ കേന്ദ്രത്തെ കുറ്റം പറയുമ്പോൾ തന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടും ഇവർ ഫെഡറലിസത്തിന്റെ കണക്ക് പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം പറഞ്ഞു തുകയ്ക്ക് രേഖകളൊന്നുമില്ല, പല തുകയ്ക്ക് കടം മേടിച്ചതാണ്. ഈ 13,500 കോടി രൂപ വരെ കടം മേടിച്ച തുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ രണ്ടാമത്തെ ഭാഗത്തേക്ക് കൊടുക്കുന്നു. ഈ സംസ്ഥാന സർക്കാരിന് സത്യത്തിൽ ഇത്തരത്തിലുള്ള സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ധാരാളം കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ നൽകിയിരുന്നു. നിർമ്മല സീതാരാമൻ ഇടയ്ക്ക് സൂചിപ്പിക്കുന്നുണ്ട്. അതായത് 1,00,000 കോടി രൂപ സംസ്ഥാനങ്ങൾക്ക് പലിശയില്ലാതെ 50 വർഷത്തേക്ക് തിരിച്ചടയ്ക്കാൻ, അതായത് 45 വർഷം കഴിഞ്ഞിട്ട് തിരിച്ചടയ്ക്കുവാനുള്ള തുകയായി കേന്ദ്ര സർക്കാർ വെച്ചിട്ട് 1 രൂപ പോലും എടുക്കാത്ത, അതിന് ആപ്ലിക്കേഷൻ നൽകാത്ത ഏക സംസ്ഥാനം കേരളമാണ്. എന്തുകൊണ്ടാണ്? 1,00,000 കോടി രൂപ കേന്ദ്ര സർക്കാർ മാറ്റിവെച്ചിരിക്കുന്നു ബജറ്റിൽ. സംസ്ഥാന സർക്കാർ എന്തുകൊണ്ടാണ് ആപ്ലിക്കേഷൻ പോലും കൊടുക്കാത്തത്? എന്തുകൊണ്ടാണ് അതിനു വേണ്ടിയിട്ട് ശ്രമിക്കാത്തത്? സുഖമായിട്ടൊരു 10-15 ലക്ഷം പല സംസ്ഥാനങ്ങളും ചോദിക്കില്ല. അത് കാരണം കേരളത്തിന് കൂടുതൽ കിട്ടിയേനെ. ചോദിക്കാൻ പോലും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് സത്യം. ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ രണ്ടാമത്തെ കാര്യം നമുക്ക് കേന്ദ്ര അവഗണന എന്നെങ്കിലും പറയാമായിരുന്നു. 2, സംസ്ഥാന സർക്കാർ എവിടെ നിന്നാണ് നികുതി വരുമാനം കൂട്ടേണ്ടത്? ഇപ്പൊ ഇവർ തന്നെ പറയുന്നു GST വരുമാനം കുറവാണ്, GST കോമ്പൻസേഷൻ ഞങ്ങൾക്ക് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഇവർ പറയാണ് കഴിഞ്ഞ 2 വർഷമായിട്ട് നികുതി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ചത് കേരളമാണ് എന്നുള്ള വാദമുഖം ഉന്നയിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് എന്തിനായിരുന്നു GST കോമ്പൻസേഷൻ? GST വരുമാനം കഴിഞ്ഞ 2 വർഷമായിട്ട് 13%-ഉം 15% വളരുന്ന ഏറ്റവും വലിയ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം എന്ന് ഇവർ പറഞ്ഞിരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ GST കോമ്പൻസേഷൻ വേണ്ടിയിരുന്നില്ല. അപ്പൊ GST കോമ്പൻസേഷൻ ഇല്ലാണ്ട് തന്നെ രക്ഷപ്പെടാമെന്നുള്ള വാദം അപ്പുറത്ത് നിൽക്കെ
എങ്ങനെയാണ് സംസ്ഥാനത്തിന് വരുമാനം വർദ്ധിക്കുക? ഇൻഡസ്ട്രി വരണം, വികസനം വരണമെങ്കിൽ തീർച്ചയായിട്ടും ഇൻഡസ്ട്രി വരണം. കാരണം കേരളത്തിന് കാർഷിക വരുമാനം ഇനി കൂട്ടുവാനുള്ള സാധ്യതയില്ല. നമ്മുടെ കൃഷിയിടങ്ങൾ അതുപോലെ സ്ഥലങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. നമുക്ക് കാർഷിക വരുമാനം കൂട്ടുവാൻ സാധ്യതയില്ല. സർവീസ് ഇൻഡസ്ട്രിയാണ് നമുക്ക് ഇപ്പോൾ 63% നൽകുന്നത്. അതുകൊണ്ട് ഇൻഡസ്ട്രി തന്നെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്. പക്ഷേ PLI സ്കീമിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും PLI സ്കീമിൽ വലിയ വികസനം നടത്തിയപ്പോൾ ഹിമാചൽ പ്രദേശ് പോലും അവരുടെ എക്കണോമി വലിയ കാര്യത്തിൽ വികസനം ചെയ്തപ്പോൾ ഏതാണ്ട് 10-20 ഇൻഡസ്ട്രി ഹിമാചൽ പ്രദേശിൽ പോലുള്ള ചെറിയ സംസ്ഥാനങ്ങളിൽ വന്നിട്ടും കേരളത്തിലേക്ക് എന്തുകൊണ്ടാണ് PLI സ്കീമിൽ ഒരൊറ്റ ഇൻഡസ്ട്രി പോലും വരാത്തത്? വരാത്തത് പോട്ടെ, ഒരൊറ്റ ഇൻഡസ്ട്രിക്ക് ആപ്ലിക്കേഷൻ പോലും ഈ സംസ്ഥാന സർക്കാർ നൽകിയിട്ടില്ല. ഇതുപോലെ സംസ്ഥാന സർക്കാരിന് രക്ഷപ്പെടാവുന്ന ധാരാളം മാർഗങ്ങൾ. സംസ്ഥാന സർക്കാരിന് ഒരു 100% സബ്സിഡിയും നബാർഡിൽ നിന്ന് ലോണും സബ്സിഡിയും കിട്ടുന്ന വലിയ രീതിയിലുള്ള ഈ വെജിറ്റബിൾ ഫാർമേഷനുള്ള വലിയ പാർക്കുകൾ, അത് കോൾഡ് സ്റ്റോറുകൾ, ഇതെല്ലാം സൃഷ്ടിക്കുവാനായിട്ട് 120 കോടി രൂപയും നബാർഡിന്റെ ലോൺ, 50% അതിൽ ഗ്രാന്റ് സംസ്ഥാന സർക്കാർ 2 സ്ഥലത്ത് പാലക്കാടും ആലപ്പുഴയിലും അപ്ലൈ ചെയ്തു. ഒരു കല്ലിട് പോലും ചെയ്യാണ്ട് ഈ സംസ്ഥാന സർക്കാർ എന്തുകൊണ്ടാണ് പിന്മാറിയത്? കർഷകർക്ക് ഒരുപാട് ഗുണമുള്ള കാര്യമായിരുന്നില്ല. കൃഷി ഉൽപ്പന്നങ്ങൾ അവർക്ക് വിൽക്കുമ്പോൾ കമ്പോള നിലവാരത്തിൽ കിട്ടിയില്ലെങ്കിൽ അതുകൊണ്ട് സൂക്ഷിക്കുവാനുള്ള ഒരു ഫ്രീസർ പോയിന്റ് വലിയ ചെറിയ ചിലവിൽ അത് കർഷകർക്ക് കിട്ടേണ്ടതായിരുന്നു. ഈ സംസ്ഥാന സർക്കാർ ചെയ്തില്ല. പൈനാപ്പിൾ കർഷകർക്കും നേന്ത്രവാഴ കർഷകർക്കും വളരെ ഗുണകരമായിരുന്നു, ചെയ്തില്ല. അപ്പൊ ഇത്തരത്തിൽ എണ്ണി ഈ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ആരോപണങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ സാധിക്കും. പക്ഷേ ഇതൊന്നും സംസ്ഥാന സർക്കാർ ചെയ്തില്ല. അതുകൊണ്ട് കർഷക വിരുദ്ധ, ഇവിടുത്തെ സാധാരണക്കാരന് ടാക്സ് കിട്ടേണ്ട, അതിനെല്ലാം എതിരായിട്ടാണ് ഈ സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം കേരളത്തിലെ സാമ്പത്തികമാണ്. ഈ പോലെ പ്ലാൻ ബി ഇനി നോട്ടടിക്കുക എന്നുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. നോട്ട് വരുന്നത് എന്നാണ് എന്നുകൂടിയാണ് ഞങ്ങളെല്ലാം കാത്തിരിക്കുന്നത്. ശ്രീ സുരേഷ് ബാബുവിന് വേണമെങ്കിൽ പിണറായി വിജയന്റെ ഫോട്ടോ വെച്ച ഒരു നോട്ട് വരും എന്ന് പ്രതീക്ഷിക്കുകയാണ് ചെയ്യുക.